റെസ്ലിംഗ് ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെക്കില്ല എന്ന് വ്യക്തമാക്കി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്. ആരുടെയും ഔദാര്യത്തിലല്ല പദവിയിലെത്തിയതെന്നും ബിജെപി എംപി വ്യക്തമാക്കി. നിലപാട് വിശദീകരിക്കാൻ ഇന്ന് വൈകുന്നേരം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് മാധ്യമങ്ങളെ കാണും. ഫെഡറേഷൻ അധ്യക്ഷനെതിരെ താരങ്ങൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി.ടി. ഉഷയ്ക്ക് പരാതി നൽകി. ബ്രിജ്ഭൂഷൺ രാജിവെച്ചില്ല എങ്കിൽ കേസുമായി പോലീസിനെ സമീപിക്കുമെന്നും കായിക താരങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിഷേധിക്കുന്ന താരങ്ങൾ ഇന്നും കായിക മന്ത്രിയുമായി ചർച്ച നടത്തും. പ്രതിഷേധിക്കുന്ന ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി മുൻ ബോക്സിംഗ് താരവും കോൺഗ്രസ് നേതാവുമായ വിജേന്ദർ സിംഗ് ജന്തർ മന്ദിറിലെത്തി. വിവരങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, എന്തായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഫെഡറേഷൻ പ്രസിഡന്റ് ആയാലും കായിക താരങ്ങളും. എന്തു പ്രതീക്ഷിക്കണമെന്ന്? ബ്രിജ്ഭൂഷൺ വെച്ചേക്കും എന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. കാരണം റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ഒരു അടിയന്തര യോഗം അദ്ദേഹം വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ ആ യോഗത്തിൽ ഞായറാഴ്ച രാജി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ നിലപാട് ഇപ്പോൾ ബ്രിജ്ഭൂഷൺ വ്യക്തമാക്കിയിരിക്കുന്നു. താൻ രാജിവെക്കാനില്ല, ആരുടെയും ഔദാര്യത്തിലല്ല ഇത്തരത്തിൽ ഒരു സ്ഥാനത്ത് എത്തിയത്, അതുകൊണ്ട് രാജിവെക്കാനില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും വൈകുന്നേരം തൻ്റെ നിലപാട് കൂടുതൽ വിശദീകരിക്കാനായി ബ്രിജ്ഭൂഷൺ മാധ്യമങ്ങളെ കാണും. അതേസമയം ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ് റെസ്ലിംഗ് താരങ്ങൾ. ഇന്ന് അവർക്ക് കായിക മന്ത്രിയുമായി വീണ്ടും ചർച്ച നടത്തും. ഈ സ്ഥാനം രാജിവെക്കാൻ ബി.ജെ.പി. എം പി കൂടിയായ ബ്രിജ്ഭൂഷൺ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കാനാണ് കായിക താരങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നാൽ വിഷയം കൂടുതൽ സങ്കീർണമാകും. ഏതായാലും രാജിക്കുള്ള വലിയ സമ്മർദ്ദം ബ്രിജ്ഭൂഷണ് മുകളിൽ ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം അദ്ദേഹം തുടരുന്നു എന്നതാണ് വിമർശനത്തിന് വഴിവെക്കുന്നത്. പി.ടി. ഉഷയ്ക്ക് ഗുസ്തി താരങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ അധ്യക്ഷ എന്ന നിലയിൽ പി.ടി. ഉഷയ്ക്കും ഈ വിഷയത്തിൽ ഇടപെടും എന്നാണ് കരുതേണ്ടത്. ഏതായാലും ഗുസ്തി താരങ്ങൾ ഉയർത്തിയ പരാതി വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. റെസ്ലിംഗ് ഫെഡറേഷൻ്റെ അധ്യക്ഷന് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. ഏതായാലും അതിന് താൻ തയ്യാറല്ല എന്ന് ബ്രിജ്ഭൂഷൺ വ്യക്തമാക്കുമ്പോൾ കൂടുതൽ സങ്കീർണമാവുകയാണ് പ്രശ്നങ്ങൾ. തീർച്ചയായും മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മനു ഭരത്ത് തുടരുന്നുണ്ട്. മനു, എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇത്തരത്തിൽ കായിക താരങ്ങൾ പി.ടി. ഉഷയെ സമീപിക്കാൻ ഒരുങ്ങുന്നു, പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുന്നു. രാജിവെക്കില്ല എന്ന നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണോ? അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്ന റിപ്പോർട്ടുകൾ കൂടി ഉണ്ടല്ലോ. ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഇനിയും പ്രതീക്ഷിക്കേണ്ടത്? ബ്രിജ്ഭൂഷണ് മുകളിൽ സമ്മർദ്ദമുണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതേസമയം മറ്റൊരു പ്രധാന കാര്യം, ഇന്ന് ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ് ഈ പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി ജന്തർ മന്ദറിൽ എത്തി. പക്ഷേ വിജേന്ദർ സിംഗ് ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനാൽ ഈ വേദിയിൽ ഇരിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് താരങ്ങൾ ആവശ്യപ്പെട്ടത്. പ്രതിഷേധിക്കുന്ന താരങ്ങൾ അദ്ദേഹത്തോട് വേദിയിൽ നിന്ന് മാറി സദസ്സിലേക്ക് ഇരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഏതായാലും വിജേന്ദർ സിംഗ് താരങ്ങൾക്ക് പിന്തുണയുമായാണ് എത്തിയത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ എത്തിയ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകളോട് ഇതിൽ മാറിയിരിക്കാൻ ഗുസ്തി താരങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. വൃന്ദ കാരാട്ട് വേദിയിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയ ഗുസ്തി താരങ്ങൾ അവരോടും ഈ സദസ്സിലേക്ക് മാറിയിരിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഏതായാലും ഈ പ്രതിഷേധത്തിന് വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള പിന്തുണ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായി തന്നെ താരങ്ങൾ മുന്നോട്ട് പോകും എന്ന് വേണം വിലയിരുത്താൻ. അതോടൊപ്പം തന്നെ പോലീസ് കേസ് കൊടുക്കുക എന്ന നിലപാടിലേക്ക് കൂടി ഗുസ്തി താരങ്ങൾ നീങ്ങുന്നുണ്ട്. അങ്ങനെ പോലീസ് കേസായി ഇത് മാറുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് ബി.ജെ.പിക്ക് കടുത്ത നാണക്കേടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ബ്രിജ്ഭൂഷണുമായി ഇതിൻ്റെ മുകളിൽ ഇത്തരത്തിലൊരു രാജിക്കുള്ളൊരു സമ്മർദ്ദം വളരെ ശക്തമായി ഉണ്ടാകും എന്ന് വേണം കരുതാൻ. മാറില്ല എന്ന നിലപാടിൽ ബ്രിജ്ഭൂഷൺ ഉറച്ചു നിൽക്കുമ്പോൾ അത് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂടി വഴിവെക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കായിരിക്കും ഇത് വഴിവെക്കുക. എന്തായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബ്രിജ്ഭൂഷൺ. ഒരു തരത്തിലും രാജിവെക്കില്ല, ആരുടെയും ഔദാര്യമല്ല തന്റെ പദവിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കായിക താരങ്ങൾ. नहीं, अभी कुछ नहीं बोलेंगे, प्रेस कॉन्फ्रेंस करेंगे शाम को करेंगे जी। तो बड़े आरोप लग रहे हैं, लेकिन कुछ तो आप जवाब दे दीजिए, क्योंकि दिल्ली में तो लगातार वो मंत्री से मिल करके से बातें कर रहे हैं। देंगे ना शाम को देंगे, तो शाम इस्तीफा देने की बात तो नहीं है अभी। शाम को देंगे, इस्तीफा कोई सवाल नहीं।